There are mainly three types: traditional authority, legal authority, and charismatic authority. Traditional authority, here power is rooted in the age-old traditional long-standing beliefs and practices of society. It is due to inheritance and religious. നമ്മൾ ഇത് മുൻപ് ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്തതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. So I am not going to explain it more. Next is rational legal authority, based on the belief in legitimacy of the society's rules and laws. Example, authority of a tax collector, policeman, etc. ഇപ്പോൾ ലീഗൽ റാഷണൽ അതോറിറ്റി എന്താണ് എന്നും നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബ്യൂറോക്രസിയെ കുറിച്ചാണ്. ലീഗൽ റാഷണൽ ബേസിസ് ഓഫ് ലെജിറ്റിമസി ഈസ് റിയലൈസ്ഡ് ത്രൂ ബ്യൂറോക്രസി ഇൻ ദ മോഡേൺ ഓർഗനൈസേഷൻ. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഫോർമലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ബ്യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ടേബിൾ വിത്ത് നമ്പർ ഓഫ് ഡ്രോസ് എന്നാണ് അർത്ഥം. അതായത് ഒരുപാട് വലിപ്പുകളുള്ള വലിയൊരു മേശയാണ് ശരിക്കും ബ്യൂറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഒരു ഫർണിച്ചറാണ്. A number of drawers helps in classification of papers. Here power is defined. പണ്ട് കാലത്തുണ്ടല്ലോ ഈ ഒരു വലിയ മേശയ്ക്കകത്ത് നിരവധിയായിട്ടുള്ള ഡ്രോസ് ഉണ്ടാകും. ഈ ഡ്രോയിലാണ് ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടിയൊക്കെ അസൈൻ ചെയ്തിട്ട് ഓരോ പേപ്പേഴ്സിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു ജോലി കൃത്യമായിട്ട് അസൈൻ ചെയ്ത് ഡിവിഷൻ ഓഫ് ലേബർ മുഖാന്തരം, ഒരു ഹൈറാർക്കി മുഖാന്തരം അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയൊക്കെ ആയിരുന്നു ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ ഉണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് എന്താണ് റൂളിംഗ്, അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്യൂറോക്രസി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഗവൺമെൻറ് ഹാസ് റൂൾസ് ഫോർ റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, പ്രൊമോഷൻ ആൻഡ് ടെർമിനേഷൻ ഓഫ് സർവീസസ്. അപ്പം ഒരാൾ ജോലിയിലെടുക്കുന്നതിനും അയാൾ ട്രെയിൻ ചെയ്യുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതിനും ടെർമിനേറ്റ് ചെയ്യുന്നതിനും ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുവഴിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്കിൽ അതൊരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥാപനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ബ്യൂറോക്രസി ഈസ് റാഷണലൈസ്ഡ് ലീഗൽ സിസ്റ്റം ആൻഡ് ഡിറൈവ്സ് ഇറ്റ് ലെജിറ്റിമസി ഫ്രം ഇറ്റ്. ഓക്കെ, അപ്പം മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്, if issue of work is correct and correspond to the existing state of laws, then it must be completed. അപ്പം ഈ എന്താ പറയുക, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് ഒരു വർക്ക് ഇഷ്യൂ ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അത് കറസ്പോണ്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ദർ ആർ റിട്ടൺ റൂൾസ് ടു ബി. നമുക്ക് ഒരു സ്ഥാപനത്തിന്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിട്ടൺ ആയിട്ടുണ്ടാവും. റിട്ടൺ ആയിട്ടല്ലെങ്കിൽ പോലും എന്താ പറയുന്നത്, അതിന് ഒരു അലിഖിതമായിട്ടുള്ള നിയമങ്ങളുണ്ടാവും. ആ നിയമത്തിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നമുക്ക് ഒരു വർക്കർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ബൈലോയിൽ അമെൻമെൻറ്റ് നടത്തിയെങ്കിൽ മാത്രമാണ് ഫർദർ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പം റെവല്യൂഷണറി ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള സംഭവം അവിടെ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒക്കത്തിനൊരു ചട്ടക്കൂടുണ്ടെന്ന് പറയില്ലേ. അപ്പം അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് working is complete, non-interference, impersonal and completely transparent. ഒരു വ്യക്തി ചെയ്യുന്ന ജോലിയിൽ മറ്റൊരാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കൈകടത്താൻ പറ്റില്ല. അത് അയാളുടെ ജോലിയാണ്. ആ ജോലി അയാൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള ജോലികളായിരിക്കും മറ്റൊരാളെ അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. പ്യൂൺ എന്ന് പറയുന്ന ആൾ എത്ര പഠിപ്പുള്ള ആളാണെങ്കിലും അയാൾ അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള എന്താണ്, അയാൾ ആ പേപ്പർ കൊണ്ടേ കൊടുക്കുക, ഫയൽ കൊണ്ടേ കൊടുക്കുക, തിരിച്ചു കൊണ്ടുവരിക. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. കാരണം അയാൾക്ക് അതിനുള്ള അസൈൻ ചെയ്യപ്പെട്ടിട്ടില്ല, അയാൾക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ല. അപ്പം ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ഇൻ്റർഫിയർ ചെയ്യാതെ, അതുപോലെ തന്നെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അടിപ്പെടാതെ, ഇംപേഴ്സണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതുപോലെ കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻറ്റ്, സുതാര്യതയോടുകൂടെ ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ബ്യൂറോക്രസി ഈസ് പ്രൈവറ്റ് ബിസിനസ്. ബ്യൂറോക്രസി സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ബിസിനസ്സാണ്. വെബർ ഹൈലൈറ്റഡ് ലീഗൽ rational legitimacy and analyze it.
പ്രധാനമായിട്ടും ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങണമെങ്കിൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ളൊരു അതോറിറ്റി വേണം, ലീഗൽ ലെജിറ്റിമസി വേണം എന്നൊക്കെയാണ് വെബർ അഭിപ്രായപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ സോഷ്യോളജിസ്റ്റാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ വ്യൂ പോയിൻറ്റ്സ് ഒരുപാടുണ്ട്. രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റി, റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞ വ്യൂസിലാണ് ഈ ബ്യൂറോക്രസിയെ പറ്റി പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ അടുത്ത അതോറിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ കരിസ്മാറ്റിക് അതോറിറ്റിയെ പറ്റിയിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നല്ലോണം വൃത്തിയായിട്ട് കേട്ട് മനസ്സിലാക്കുക. ഈ വീഡിയോസിൻ്റെ എണ്ണവും ലെങ്ത്തും കൂടുന്നതിനനുസരിച്ച് അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ഷോർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.